ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടൊരു ദിവസമാണ്. കാരണം ബലാത്സംഗ കേസിൽ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരുപക്ഷെ ഇന്ന് വഞ്ചിയൂരിലെ സെഷൻസ് കോടതി വിധി പറയും. ഈ കേസിൽ ഇന്നലെ തുടങ്ങിയ വാദം ഇന്നും കോടതിയിൽ തുടരാൻ പോകുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ ഒരു MLA കാണാമറയത്തായിട്ട് ഇന്നേക്ക് 8 ദിവസം പിന്നിടുകയാണ്. ഈ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ട് ഒരാഴ്ചയും പിന്നിടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ശാലിനി തയ്യാറാണ്. ശാലിനി, രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട പക്ഷേ കോടതി അത് തള്ളാൻ തന്നെയാണ് സാധ്യതയെന്ന് നിയമവിദഗ്ധർ ഒരുപോലെ വിരൽ ചൂണ്ടുന്നുണ്ട്. രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന സന്ദേശം ഇന്നലെ വാദഗതികൾക്കിടയിൽ കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുകയാണ്. എപ്പോഴാണ് ഈ കേസ് വഞ്ചിയൂർ സെഷൻസ് കോടതിയുടെ പരിഗണനയിലേക്ക് ഇന്ന് വരുന്നത്? ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ കോടതി നിലപാട് വ്യക്തമാക്കാനാണോ സാധ്യത? ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായകമാണ്. കേസ് 11 മണിയോടുകൂടി വഞ്ചിയൂർ സെഷൻസ് കോടതി പരിഗണിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ 11 മണിയോടുകൂടി ഈ ഒരു കേസ് പരിഗണിച്ചു. പിന്നീട് 1.5 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾ, പിന്നീട് 20 മിനിറ്റോളം ഡിജിറ്റൽ രേഖകൾ പരിശോധന. ഇതിനുശേഷമാണ് വിശദമായ വാദം ഈ കേസുമായി ബന്ധപ്പെട്ട് വേണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. ഇന്നും ഔദ്യോഗികമായ ഒരു വിധി പ്രസ്താവം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ചോദ്യങ്ങൾ വരികയാണ്. പ്രത്യേകിച്ച് വാദങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം നാളെയോടുകൂടി ഒരു പക്ഷേ വിധി വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. എന്തായാലും ഇന്നലെ നടന്നിട്ടുള്ള വാദത്തിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നും ഇതൊക്കെ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുമാണ്, ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ബലാത്സംഗ കേസ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള അത് തെളിയിക്കുന്ന രീതിയിലുള്ള ചില ഡിജിറ്റൽ തെളിവുകളും അവരുടെ ഭാഗത്ത് നിന്ന് ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഉഭയകക്ഷി സമൂഹത്തോടെയാണ് പെൺകുട്ടിയും രാഹുലും തമ്മിൽ ഇടപെടൽ നടത്തിയിട്ടുള്ളതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നതടക്കമുള്ള ചില നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് കോടതിയിൽ സീൽഡ് വെച്ച് കവറിലും പെൻഡ്രൈവിലുമാക്കി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ചില ശബ്ദ സന്ദേശങ്ങൾ, വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ഹാജരാക്കി. കൂടാതെ തന്നെ ഗർഭചിത്രം നടത്തിയെന്ന് പറയപ്പെടുന്ന സുഹൃത്തടക്കമുള്ളവർ ഗുളിക കൊണ്ട് നൽകിയെന്ന് പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഖണ്ഡിച്ചുകൊണ്ടാണ് പ്രതിഭാഗം വാദം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഗർഭിണിയാക്കിയിട്ടില്ല പെൺകുട്ടി എന്നുള്ളതാണ് അഭിഭാഷകൻ വാദിച്ചത് രാഹുലിന് വേണ്ടി. സമാനമായി ഇപ്പുറത്ത് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുള്ളത് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട്, സ്ഥിരം കുറ്റവാളിയാണ്. ഇത്തരത്തിൽ നിരന്തരമായി കുറ്റം ചെയ്യുന്ന ഒരാളെ ജാമ്യം നൽകി പുറത്തേക്ക് വിട്ടാൽ അത് കേസ് അന്വേഷണത്തെ അടക്കം ഗുരുതരമായി ബാധിക്കും. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, കോൺഗ്രസിലും മറ്റ് ആളുകളുടെ ഇടയിലുമൊക്കെ വലിയ രീതിയിലുള്ള പിന്തുണ ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ആ പിന്തുണയൊക്കെ സ്വാധീനമൊക്കെ ഈ കേസ് അട്ടിമറിക്കാനായി ശ്രമം നടത്തുമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഇന്നലെ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കോടതിയുടെ മുൻപാകെ ഒരു ഹർജി കൂടി രാഹുലിന്റെ അഭിഭാഷകൻ നൽകി. അത് ഈ കാര്യത്തിൽ ഒരു തീരുമാനം വരുന്നതുവരെ, വിധി പ്രസ്താവം വരുന്നതുവരെ അറസ്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്നൊരു കാര്യമായിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുള്ളത്. അത് തടയാൻ തങ്ങൾക്ക് കഴിയില്ല, അതിന് ഉറപ്പ് നൽകാൻ കഴിയില്ല എന്നുള്ളതും പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാദപ്രതിവാദങ്ങൾക്കൊക്കെ ഒടുവിലാണ് 20 മിനിറ്റോളം ഈ രാഹുലിന്റെ അഭിഭാഷകൻ നൽകിയിട്ടുള്ള ഡിജിറ്റൽ രേഖകൾ കോടതി പരിഗണിച്ചത്, പരിശോധിച്ചത്. അതിനിടയിലാണ് കോടതി പ്രോസിക്യൂഷൻ അടക്കമുള്ളവരോടും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനോടും ചില നിർണായക കാര്യങ്ങൾ അറിയിച്ചത്. അതായത് രാഹുൽ പീഡനത്തിനിരയാക്കി ഗർഭചിത്രം നടത്തിയെന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കൃത്യമായി ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ രേഖകളടക്കം ഹാജരാക്കുന്നതിനും വിശദമായ വാദം കേൾക്കുന്നതിനുമാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിയത്. എന്തായാലും 11 മണിയോടുകൂടി ഹർജി പരിഗണിക്കുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ 11 മണിയോടുകൂടി ഈ വളരെ പ്രധാനപ്പെട്ട കേസ് വഞ്ചിയൂരിലെ സെഷൻസ് കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വാദഗതികൾ നടക്കുന്ന ഘട്ടത്തിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ 8ാം ദിവസത്തിലും മിസ്സിംഗ് തന്നെയാണ്. ഇയാളെ പറ്റിയുള്ള ഒരു വിവരങ്ങളും കേരള പോലീസിന് ലഭിക്കുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതി എടുക്കുന്ന തീരുമാനം വളരെ സുപ്രധാനമാകും. ഇപ്പോൾ